ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. പാലക്കാടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ചട്ടിയിൽ ഉള്ളിയും സ്പൈസസും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി വാടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് വാടി വന്നതിന് ശേഷം പൊടിയായി അരിഞ്ഞ കുറച്ചധികം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി വാടി ഇതാവുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിച്ചപ്പും പുതിനയും പിന്നെ ചെറിയുള്ളി അരച്ചതും ചേർത്ത് കൊടുത്ത് നന്നായി പച്ചമണം മാറുന്നവരെ മിക്സ് ചെയ്യാം കേട്ടോ. അതൊന്ന് പച്ചമണം മാറി വന്നിട്ട് വേണം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ. അതാ വാടി വന്നതിന് ശേഷം ഇതാ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പച്ചമുളകാണ്. അതൊന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അതുവരെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. അതൊന്ന് ഉടഞ്ഞ് സെറ്റായി വന്നപ്പോഴേക്കും ഇതാ ചിക്കനും പിന്നെ സ്പൈസസിൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ നന്നായി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തുകൊണ്ട് പെട്ടെന്ന് അടി പിടിച്ചാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത് ആ മസാല ഒന്ന് മൂത്തിട്ട് അതിൻ്റെ സ്മെല്ലൊന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ഗ്രേവി പോലെ ആക്കിയിട്ട് ആ ഒരു പച്ചമണം ഒന്നും കൂടി മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊക്കെ ആവശ്യമായ അരിക്ക് കണക്കാക്കിയിട്ടുള്ള വെള്ളം വാർന്നു കൊടുക്കുക. അത് കഴിഞ്ഞ് ആ വെള്ളം തിളക്കുമ്പോൾ അരിയും കഴുകി വാർത്ത് വെച്ച അരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ദമ്മിടാം കേട്ടോ. അപ്പോൾ അത് ആ ദമ്മൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ദമ്മൊന്ന് എടുക്കുന്നത് വരെ നമുക്ക് ചിക്കൻ പൊരിച്ചുള്ള എണ്ണയൊക്കെ ഒഴിച്ച് ചട്ടിയിൽ വെക്കാം. ആ എണ്ണയിൽ തിളച്ച് വരുമ്പോൾ ഫസ്റ്റ് തന്നെ അതിലേക്ക് മുളകും കറിവേപ്പിലയും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ആദ്യം. അതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് വറുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ട്രിപ്പ്. അത് കഴിഞ്ഞപ്പോൾ പാലക്കാടൻ ബിരിയാണിയുടെ ദമ്മൊക്കെ പൊട്ടിച്ച് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിക്കാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ സലാഡും ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈയും പാലക്കാടൻ ബിരിയാണിയും അച്ചാറും സാലഡും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.